ഞങ്ങളുടെ ആലപ്പുഴ ട്രിപ്പിന് ശേഷമുള്ളൊരു ലോങ് ആയിട്ടുള്ളൊരു യാത്രയാണ് എറണാകുളത്തേക്കുള്ളത്. ഞാൻ കരുതി ഈ ആലപ്പുഴയിലൊക്കെ ചെന്ന പോലെ 2 അല്ലെങ്കിൽ 3 മണിക്കൂർ കൊണ്ട് ചെല്ലുമെന്ന് കരുതി. പക്ഷെ കുറേ സമയം എടുത്തു കേട്ടോ. ഇത് അഭിനവ്, ആദർശ്, ലല്ലു അവിടെ മൂലയ്ക്ക് ഇട്ടുപോയി. ചേച്ചി ചേട്ടൻ്റെ ഭാര്യയാണ്. പിന്നെ എന്നെ നിങ്ങളാരും കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ എന്നെയും ഞാൻ കാണിക്കാം. എനിക്കും ഇനി അങ്ങനെ മുഖം കാണിക്കാതെയുള്ള വീഡിയോ ചെയ്യാൻ താല്പര്യമില്ല. കാരണം ഇത്രയും നാൾ ഞാൻ മുഖം കാണിക്കാതെയുള്ള വീഡിയോസാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി അങ്ങനെ ചെയ്യുമ്പോൾ, അങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറേ എഡിറ്റിങ്ങും കാര്യങ്ങളും ഇതൊക്കെ ആകുമ്പോൾ വീഡിയോയിൽ ക്യാമറ അങ്ങ് ഓൺ ചെയ്ത് വെച്ചങ്ങ് ചുമ്മാ അങ്ങ് പണഞ്ഞാൽ മതിയല്ലോ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ അതാണ് എന്നെ ഇനിയുള്ള വീഡിയോസിലൊക്കെ ഞാൻ വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാനില്ലാത്തുള്ള വീഡിയോസുകൾ കുറവായിരിക്കും. ഇപ്പോൾ എനിക്ക് ചുമയായതുകൊണ്ട് ശബ്ദമെല്ലാം പോയിരിക്കുകയാണ്. എങ്ങനെ വോയിസ് കൊടുക്കാതെ നമ്മൾ വീഡിയോ ആയിട്ട് ഇട്ട് കഴിയുമ്പോൾ അതിനൊരു ഇതുണ്ടാവില്ലല്ലോ. അതുകൊണ്ടാണ് വോയിസ് കൊടുക്കുന്നത്. ഇന്നലെ ഭയങ്കര ചുമയായിരുന്നു. തണുത്ത വെള്ളമൊക്കെ കുടിച്ചിട്ട് എറണാകുളത്ത് നിന്ന് ഉണ്ടയ്ക്കാൻ വരെ ചുമച്ചു എന്നുള്ള ആണ്. കുറേ ചുമച്ചു. ഞാനും ചേച്ചിയും ചേട്ടനും ഉണ്ടായിരുന്നു കുറച്ച് ചുമയൊക്കെ. ഞങ്ങൾ 3 പേരുമാണ് ഏറ്റവും കൂടുതൽ ചുമച്ചത്. പിള്ളേർക്കൊന്നും വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. പിന്നെയുള്ള ശല്യം എന്ന് പറഞ്ഞാൽ പിള്ളേരുടെ തള്ളമാർ, പിന്നെ എൻ്റെ അമ്മയെ എപ്പോഴും വിളിച്ചോണ്ടിരിക്കും, എവിടെ എത്തി, വല്ലതും കഴിച്ചോ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ശല്യങ്ങൾ. പിന്നെ അത് പെങ്ങടെ മകനാണ് അവൻ. അവൻ്റെ തള്ളയിൽ നന്നേ വിളിച്ചുകൊണ്ടിരിക്കും, എവിടെ എത്തി, കഴിച്ചോ, പതിയെ വന്നാൽ മതി, ഉറങ്ങിപ്പോകരുത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ശല്യമാണ്. അവർക്ക് പേടി, എന്തെങ്കിലും പറ്റുമെന്നുള്ള പേടി. നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ നമ്മളങ്ങനെ എന്താ പറയുക, നോക്കാതൊക്കെയാണ് യാത്ര പോകത്തില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ എറണാകുളം ടൗണിൽ എത്തിയിരിക്കുകയാണ്. ഹലോ ഗൈസ്, എറണാകുളത്തിലൂടെയുള്ള യാത്രയാണ്. മറൈൻ ഡ്രൈവിലേക്കുള്ള യാത്രയാണ്. 1 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങിയതാണ്. ഇപ്പം സമയം 6 മണിയോളമായി. ഹലോ ഗായ്സ്, നമ്മൾ എറണാകുളം എത്തി. മറൈൻ ഡ്രൈവ് അങ്ങോട്ട് പോകണമെന്നല്ല. ഹലോ ഗൈസ്, എല്ലാവരും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ക്യാമറ ഓണാ വൈറ്റില്ല, ചക്കപ്പറമ്പ് ക്യാമറ ഓണാണ്. നല്ല തിരക്കുള്ള വഴിയാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. ഹലോ ഗൈസ്, നമ്മൾ കുറേ മണിക്കൂറുകൾ ആ യാത്ര തുടങ്ങിയിട്ട്, പക്ഷെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നില്ലായിരുന്നു. ഞാൻ റെക്കോർഡ് ചെയ്യുന്നില്ലായിരുന്നു. കാരണം എറണാകുളം എത്തിയിട്ട് റെക്കോർഡ് ചെയ്യുന്നുള്ളൂ വെച്ചിട്ടാണ് നമ്മൾ റെക്കോർഡ് ചെയ്യാതിരുന്നത്. മറൈൻ ഡ്രൈവറിലോട്ട് ഇങ്ങോട്ടല്ല, മറൈൻ ഡ്രൈവർ നേരെ പോയിട്ട് റൈറ്റ്. അപ്പോൾ മറൈൻ ഡ്രൈവിലോട്ടാണ് നമ്മൾ പോകുന്നത്. എറണാകുളത്ത് താമസിക്കുന്നവരൊക്കെ
ഈ വീഡിയോ എല്ലാം കാണുമ്പോൾ അമ്മയൊക്കെ ഭയങ്കര പേളമായിരിക്കും. ഇത്രയും തിരക്കുകളൊക്കെ കാണുമ്പോഴേ അമ്മയ്ക്കൊക്കെ ഭയങ്കര പേടിയാണ്. എനിക്കിങ്ങനെയുള്ള ടൗണിൽ കൂടെ ഉള്ള യാത്രകളാണ് ഇഷ്ടം. ഇത്രയും തിരക്കുകളല്ല ഉദ്ദേശിച്ചത്. ഇതുപോലുള്ള ടൗണുകൾ, ഈ ഊടുവഴികളിൽ കൂടെ പോകുന്നതിനേക്കാൾ നല്ലതുപോലുള്ള സിറ്റി കൂടെയുള്ള യാത്രകളാണ് എനിക്കിഷ്ടം. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഗൂഗിൾ മാപ്പ് നോക്കിയാണ് വന്നത്. കുറേ കറങ്ങി, ഒരുപാട് വഴി തെറ്റിപ്പോയി. അങ്ങനെ കുറേ കറങ്ങിയിട്ടാണ് നമ്മൾ എറണാകുളത്ത് എത്തിയത്. ഒരുപാട് സമയം മറൈൻ ഡ്രൈവിലോട്ടാണ് പോയത്. പക്ഷേ പിന്നീട് അത് വേണ്ടെന്ന് വെച്ചത്. വണ്ടിയുടെ തിരക്കും ഒരുപാട് രാത്രിയാകുന്നു. അതുകൊണ്ടൊക്കെ തന്നെ തിരിച്ച് വീട്ടിലേക്ക് നമുക്ക് കുറച്ചുകൂടെ നേരത്തെ വരണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പോയേക്കാന്ന് വെച്ചു. അങ്ങനെ തിരിച്ചു പോരുകയാണ് ചെയ്തത്. നമ്മൾ മറൈൻ ഡ്രൈവ് ഒന്നും കണ്ടില്ല. ഇനി ലോങ് പോവുകയാണെങ്കിൽ എന്താ പറയാ, പിള്ളേരെ ഒന്നും കൊണ്ടുപോവുക. പിള്ളേരുമായിട്ടുള്ള പോക്കിനിയില്ല. അതിൻ്റെ തള്ളമാറ ശല്യവും അണ്ടമാറ ശല്യവും. എനിക്കാണ് ചുമയും കുറയായിട്ട് ഞാൻ ഇരിക്കുന്നതിനിടയ്ക്ക് ഫോൺ വിളി എല്ലാം കൊണ്ട് ദേഷ്യം വരും. അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് വല്ലതും കഴിച്ചോ എന്നുള്ള ചോദ്യം കേൾക്കും ഒന്നുകൂടെ ദേഷ്യം. എന്തായാലും മേടിച്ച് കൊടുക്കും. ഇവര് പറഞ്ഞിട്ട് വേണം കഴിപ്പിക്കാൻ. പട്ടികൾ ഈ വീഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ മേലെ വിളിച്ചേക്കരുത്. അതുകൊണ്ടാണ് വീഡിയോയിൽ പറയുന്നത്. എവിടെയെങ്കിലും പോവാണെങ്കിൽ കൊണ്ടുപോകണേ ചേട്ടാ, കൊണ്ടുപോകാം. ഇനി വല്ല കാഞ്ഞിരപ്പള്ളിയിലോ ചെളുക്കുഴിയിലോ പോകാൻ കൊണ്ടുപോകാം. അതാവുമ്പോൾ പെട്ടെന്ന് വീട്ടിൽ വരാമല്ലോ. അമ്മയാണെങ്കിൽ ഇങ്ങനെ ലോങ് പോകുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യമാണ്. അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനാണ്. എന്നിട്ട് വിളിച്ച് വഴക്ക്. എന്നിട്ട് അമ്മയ്ക്ക് ദേഷ്യം വന്നിട്ട് പിന്നെയും വിളിക്കാനുള്ള മടി കാരണം പെങ്ങളെ വിളിച്ചിട്ട് അവളെ കൊണ്ട് വിളിപ്പിക്കുകയാണ്. ഇന്ന് രാവിലെ വിളിച്ച് വഴക്ക് പറഞ്ഞു. ഇങ്ങനെ കിടന്ന് വിളിച്ചോണ്ടിരുന്നത്. അപ്പൊ അവള് പറയാണ് അമ്മ പറഞ്ഞിട്ടാണ്. അമ്മ അവളെ ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല. അമ്മ കിടന്ന് അവളെ കിടന്ന് വിളിക്കാൻ എവിടെ എത്തി എന്നൊക്കെ ചോദിക്കാൻ പറഞ്ഞു. അമ്മയ്ക്ക് വിളിച്ച് ചോദിക്കാനുള്ള മടി കാരണം ദേഷ്യമോ പിണക്കോ ഒക്കെ കാരണം എന്നെ ചെയ്യുന്നു. എടേ, എനിക്ക് 39 വയസ്സായിടേ. ഞാനിനി എൻ്റെ ഒറ്റ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇനി കുറച്ച് നാട്ടുകാരെയും കാണണം ചാകുന്നതിന് മുമ്പ്. അപ്പോൾ കുറച്ച് ലോങ്ങൊക്കെ പോകാനാണ് എനിക്കിഷ്ടം. ഇപ്പോഴാകുമ്പോൾ നമുക്ക് യാത്ര ചെയ്യാനുള്ള ആരോഗ്യമൊക്കെ ഉണ്ട് ചെറുതായിട്ട്. ഈ ചാകുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് യാത്രകളൊക്കെ ചെയ്യണം. കുറേ നാട്ടുകാരെ നാട് കണ്ട് പോകണം. പിന്നെ ഈ അമ്മയോട് എല്ലാം അനുവാദം ചോദിച്ചിട്ട് പോകാനെടുത്ത് കഴിഞ്ഞാൽ ഞാനൊക്കെ വടിയാവും. അതൊക്കെ നമ്മുടെ ആഗ്രഹമായിട്ടുള്ളൂ. വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല, ആഗ്രഹിച്ചിട്ടും കാര്യമില്ല. അപ്പോൾ പിന്നെ ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ആയിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണണം. നമ്മൾ ഈ വാർത്തയിലും അല്ലാതെ ഈ സിനിമയിലൊക്കെ കേട്ടിട്ടുള്ള കുറച്ച് സ്ഥലങ്ങൾ ഒക്കെ പോയി കാണുക അത്രയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ അങ്ങ് തീരട്ടെ.
മറൈൻ ഡ്രൈവ് എങ്ങോട്ടാ? മറൈൻ ഡ്രൈവ് ആണോ? വൈറ്റിൽ നിന്ന് താഴെ റൈറ്റ് പോകണം. താഴെ എനിക്ക് റൈറ്റ് പോകണം. നേരെ പോയിട്ട് താഴെ ഇറങ്ങിട്ടോ. എങ്ങോട്ടായിരുന്നു? എങ്ങോട്ട്? ആ ആണോ? മിനി പാലത്തിന്റെ താഴെ ഇറങ്ങിയിട്ട് റൈറ്റ് പോയാൽ മതി. ഹലോ, ഞങ്ങൾ മറൈൻ ഡ്രൈവിലോട്ട് പൊക്കോണ്ടിരിക്കുക. ഹൈവേ നോക്കാം. ആ കുറച്ച് സമയം എടുക്കും. വീട്ടിലോട്ടേ പോകുള്ളൂ. രാവിലെ കൊണ്ടുവിടാം. നാളെ പഠിത്തമില്ലല്ലോ. എന്നാണല്ലോ 1 മണിയാവും. ഞങ്ങൾ കഴിക്കണം, ഇനി കഴിക്കണം. ശരി വേണം. ചേട്ടനോട് ചോദിച്ചാൽ കറക്റ്റ് അതിലാവാം. ചേട്ടാ മറൈൻ ഡ്രൈവിലോട്ട് അങ്ങനെ കത്തിക്കണ്ട് ഇവിടെ സ്റ്റീലിൽ കിടക്കുക. നമുക്ക് തിരിച്ചു പോകാൻ ചേട്ടാ. തിരിച്ചു പോകാം. ഒത്തിരി ദൂരം. ഈ നമ്മൾ പോയേക്കാരുന്ന ഒരുപാട് രാത്രിയാവും. 2 മണിയെങ്കിലും ആവും തിരിച്ചു ചെല്ലും. എവിടെയെങ്കിലും കഴിക്കാൻ കേട്ടാ. ഇനി കഴിച്ചിട്ട് തിരിച്ചു പോവാം. കഴിച്ചിട്ട് പോവാം. ഇനി പോവാണ്ടെന്ന് കഴിച്ചേച്ചും എല്ലാം പോവാൻ തിരിച്ച് മറൈൻ വേൾഡ് കണ്ട് ഇറങ്ങും. ഇനി കഴിച്ചങ്ങ് പോകുന്നു. അവിയേ കഴിച്ചൊറ്റ പോകുക. നോ ഡ്രൈവ്. ഓക്കെ, നോ മറൈൻ ഡ്രൈവ്. മറൈൻ ഡ്രൈവിലോട്ട് എങ്ങനെ പോന്നെ? ഉണ്ടെന്ന് പറയുന്നില്ല. ആ വഴി പോണല്ലേ? ഇതിലേ കയറി പോന്നെ? വേണ്ട വേണ്ട വേണ്ട, പൈസ ഇല്ല. പൈസ ഇല്ലാത്തണ്ടാ. വണ്ടി എടുക്കും. പൈസ ഇല്ലാത്തോണ്ടാ അമ്മേ. അല്ലടാ അല്ലടാ. ബച്ചിക്ക എന്ന് പറഞ്ഞ ഹോട്ടൽ റെസ്റ്റോറൻറ്റ് മുന്നിലാണ് നമ്മൾ നിർത്തിയത്. അവരെല്ലാം അകത്ത് പോയി കഴിക്കാൻ കയറി. എനിക്ക് അകത്ത് പോകാൻ പറ്റത്തുകൊണ്ട് കാലിലിരുന്ന് തന്നെയാണ് ഞാൻ കഴിച്ചത്. പിന്നെ അതൊക്കെ ഷൂട്ട് ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥയല്ലായിരുന്നു, സൗകര്യമില്ല. ആകെപ്പാടെ നമ്മൾ വിശന്ന് പൊരിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഷൂട്ട് ചെയ്യാൻ അവരും പോയി കഴിക്കണമല്ലോ. ചേട്ടൻ കൊണ്ട് തന്നിട്ട് ചേട്ടനും പോയി കഴിക്കണം. പിന്നെ ഞാൻ ആ ഷൂട്ട് ചെയ്യാനും ഒന്നിനും പോയില്ല. നമ്മളങ്ങ് മേടിച്ചങ്ങ് മുണുങ്ങുകയാണ് ചെയ്തത്. എനിക്ക് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. എനിക്ക് ഇങ്ങനെ ഇവിടുത്തെ ബിരിയാണി ഒന്നും ഇഷ്ടമായില്ല. അവർ പൊറോട്ടയും എന്താ പറയുക ബിരിയാണിയൊക്കെ കഴിച്ചു. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെട്ടു ബിരിയാണി, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഈ ചെറിയ അരിയുടെ ബിരിയാണി എനിക്ക് ഇഷ്ടമല്ല. ഈ കഴിഞ്ഞ ദിവസം എന്താ പറയുക കുട്ടിക്കാനം പോയപ്പോഴത്തേക്ക് ഒരു ബിരിയാണി കഴിച്ചു, 80 രൂപയുടെ ബിരിയാണി. അപ്പോൾ വില കുറവ് കണ്ടപ്പോൾ ഞാൻ അന്ന് ഇതൊന്ന് മേടിച്ചേക്കാം എന്ന് വിചാരിച്ചു. വലിയ എന്താ പറയുക വില കുറവായുണ്ട്. പക്ഷേ
ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ വില കുറഞ്ഞ ബിരിയാണി മേടിക്കുന്നു. വെറും അരിയുണ്ട്, ബിരിയാണി അരിയല്ല, ബിരിയാണി അരിയല്ലാത്ത അരി കൊണ്ട് ബിരിയാണി വെച്ചിരിക്കുന്നു. എനിക്കത് കഴിച്ചിട്ട് വയറുവേദനയായിരുന്നു. അങ്ങനെയുള്ള സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇവിടുത്തെ ബിരിയാണി ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പകുതി കഴിച്ചപ്പോൾ തന്നെ എനിക്ക് എന്തോ വയറ് വല്ലാതെ നിറഞ്ഞ പോലെ തോന്നി. പിന്നെ എല്ലാം കൊടുത്തു വിടുക വെച്ചത്. പിന്നെ ഇവർക്കൊക്കെ സേമിയ പായസം കിട്ടിയെന്ന് പറഞ്ഞു. എനിക്ക് സേമിയ പായസം ഒന്നും കിട്ടിയില്ല. പിന്നെ എനിക്ക് കൊണ്ട് തരാത്തായിരിക്കും. ഈ കിട്ടിയാലും ഞാൻ കഴിക്കത്തില്ല. ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഞാൻ യാത്രയിൽ കഴിക്കാറില്ല. ഞാനങ്ങനെ പുതിയ ഭക്ഷണങ്ങളൊന്നും പരീക്ഷിക്കത്തില്ല യാത്രകളിൽ. ഇനി ഞാൻ കഴിച്ച ശീലം, എൻ്റെ വയറിന് പരിചയമുള്ള ആഹാരം മാത്രമേ ഞാൻ കഴിക്കാറുള്ളൂ. എവിടെയെങ്കിലൊക്കെ പോയി കഴിഞ്ഞാൽ അതാണ് കുലുക്കി സർബത്ത്, നാരങ്ങ വെള്ളം, ഇതൊക്കെ ഞാൻ കഴിച്ച് എൻ്റെ വയറിനറിയാം. ഇതിനെയൊക്കെ പരിചയമുള്ളൂ. പരിയില്ലാത്തൊരു സാധനം ഞാൻ പുതിയതായിട്ട് മേടിച്ച് കഴിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇത് നമ്മൾ തിരിച്ചു പോകുന്നതാണ്. ഇത്രയും രാത്രിയായി. അവിടെ വന്നപ്പോൾ തന്നെ 12 മണിയായി. വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇനി എന്ത് പറയാനാണ്? പറയാൻ നമുക്ക് വയ്യ. ചുമയായിട്ട് ശബ്ദമെല്ലാം പോയിട്ടിരിക്കുകയാണ്.